കൊച്ചിൻ എയർപോർട്ടിലെ 3 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡിൽ എന്റെ ലിറ്റിൽ ഹീറോക്ക് ഒടുക്കത്തെ വിശപ്പ്. റിയലൊന്നും അല്ലാട്ടോ, വെറും പ്രഹസനം. കൂട്ടിയും കുറച്ചും പേ ചെയ്യുന്നതിന്റെ മുന്നേ പാറിപ്പോയ എന്റെ 150 റുപ്പീസ് എന്നെ ഇളിച്ചു കാട്ടിയത് ഒറ്റ സിപ്പിൽ ഒരു അവിഞ്ഞ എക്സ്പ്രഷൻ ഇട്ട് ലെമൺ ജ്യൂസ് ബോട്ടിൽ എന്റെ ബാഗിലോട്ട് ഒരു ഏറും കൊടുത്തുകൊണ്ടാണ്. ഇനി ഇവരിത് തിരിച്ചെടുക്കൂ, ഞാൻ ചിന്തിച്ചു. ഗൈസ്, നിങ്ങളോ? വിശപ്പ് മാറിയല്ലോ. തെറ്റിദ്ധരിക്കപ്പെട്ടു ഗൈസ്. ഇത് വെറും ആഡ് ഓൺ. മെയിൻ കോഴ്സ് ഇനിയും സെലക്ട് ചെയ്തിട്ടേ ഇല്ല. ചൂണ്ടിയ കൈയിന്റെ അറ്റത്ത് ഞാൻ കണ്ടതൊരു ഡോനറ്റ്. പക്ഷെ തൊള എന്റെ വാലറ്റിനാണെന്ന് മാത്രം. 550 റുപ്പീസിന്റെ ഒരു സിംഗിൾ ഡോനറ്റ് ഒറ്റ പേള് പോലും താഴെ വീഴാണ്ട് കഴിക്കുന്നതിൽ എന്റെ ലിറ്റിൽ ഹീറോ വീണ്ടും മാതൃക കാണിച്ചു. എന്ത് ചെയ്യാൻ ഗൈസ്, എന്റെ മല്ലു മൈൻഡിന്റെ ഓർക്കമേ പോയി. ഇന്ത്യൻ റുപ്പി ഇനിയും മണ്ണി ചെലവാക്കാൻ ഒരിത്തിരി ഗ്യാപ്പ് കിട്ടുമല്ലോ. വാട്ട് എ ടൈപ്പ് ഓഫ് സമാധാനം ഗൈസ്. എനിവേ, അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയ ഞങ്ങൾ സൗദിയിലെത്തി കൃത്യം 3 ദിവസത്തിന് ശേഷം. നമ്മുടെ ആ പഴയ സ്മാരകം കുപ്പിയായി. പുറത്തെടുത്തു, തിരിച്ചു മറിച്ചു നോക്കി. യുറേക്കാ ഗൈസ്, ഇത് വെറുതെ ഒരു നാരങ്ങ വെള്ളമല്ല, ഇതിൽ അലോവേരയുണ്ട്. ഷോ ഓഫ് കണ്ട് കെട്ടുവിന്റെ വക അസ്ഥാനത്തൊരു ചോദ്യം. നിനക്ക് എത്ര അലോവേര ഫ്രീ ആയിട്ട് വേണം, ഞാൻ കൊണ്ടുതരാന്ന്. കേട്ടപ്പോ അലോവേര സ്ഥാനം എന്റെ മനസ്സിൽ എന്റെ ചെരുപ്പിനും താഴെയായി. എനിവേ, അന്നിറങ്ങിയ ബാധ പിന്നെ കയറിയത് ഈ ഫ്രൈഡേ എന്റെ മേത്താണെന്ന് തോന്നുന്നു. അതും കെട്ടുവൻ റെസ്റ്റ് എടുക്കുന്നത് കണ്ടപ്പോ. എനിക്ക് മഗ്ഡി കഴിക്കണം. വീടിനടുത്ത് 3 മഗ്ഡിയും റോഡ് ക്ലോസ് കാരണം ദൂരെ നിന്ന് നോക്കി നിന്ന് 4ാമത് ഞങ്ങൾ 25 കിലോമീറ്റർ പിന്നിട്ടൊരു മഗ്ഡി തന്നെ കണ്ടെത്തി. വാട്ട് എ ഡെഡിക്കേഷൻ അല്ല പിന്നെ. കുറച്ച് റിയാല് പൊട്ടിച്ച് പഴയ സമാധാന പ്രശ്നം ഞാൻ അവിടെ സോൾവ് ആക്കി. ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. മക്ഡൊണാൾഡ്സ് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ആദ്യമേ മനസ്സിലുറപ്പിച്ചു. ഇവിടെ നിന്ന് ഇനി എന്തൊക്കെ കിട്ടിയാലും നമ്മൾ ആ പഴയ കുപ്പിക്ക് പകരമാവില്ല. എല്ലാം വേസ്റ്റ്. കാരണം എന്താണെന്നറിയോ? തുട്ട് ബിലോങ്സ് ടു കെട്ടിയോൻ. എന്താല്ലേ?